നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നതല്ല എന്നുള്ള ഫീൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എനിക്കിത് കിട്ടിയത് എന്തോ ലക്ക് കൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഫെയിൽ ആയി പോയേനെ എന്നൊക്കെയുള്ള ഫീൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? മിക്കവാറും ഇത് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആയിരിക്കാം. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവർ ലൈഫിൽ അവരുടെ കേപ്പബിലിറ്റി വെച്ച് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും താൻ ഡിസർവ് ചെയ്യാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ നേട്ടങ്ങളൊന്നും എൻ്റേതല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഫിയർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ എക്സാമിൽ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായി, ഒരു പക്ഷേ റാങ്ക് ഹോൾഡർ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ഇത് ഇത്തവണ എക്സാം ഈസി ആയതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടിയത്, അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും പൊട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും അത് നിങ്ങൾ ഡിസർവ് ചെയ്യാത്ത ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതാണ് എന്നുള്ളൊരു ഫീൽ. അത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ വരുന്നതാണ് നമ്മൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ് കമ്പയർ ടു നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലോ ഈ ഒരു ഫീൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി വിരാട് കോഹ്ലി തുറന്ന് സംബന്ധിച്ചത്. അദ്ദേഹത്തിന് ഇതുപോലെ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടെന്നുള്ളത്. ഇത് ഒരു വലിയ മാനസിക രോഗമോ അല്ലെങ്കിൽ വൈകല്യമോ ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ചില സമയത്തെങ്കിലും ഇത് നമുക്കൊരു എത്ര അച്ചീവ്മെൻറ്റ് കിട്ടിയാലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഫീൽ തരാം. ഇൻ എ ലോങ് റൺ ഇത് നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, പാരൻസ് ഇവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇൻ കേസ് നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക.